ഇന്നലെ ഞാൻ ഡൽഹിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ബംഗാളിൽ BJP ജയിച്ചു, മമതാ ബാനർജി തീർന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ബംഗാളിൽ BJP ഭരണത്തിൽ വരുന്നത്, BJPയുടെ ഒരു മുഖ്യമന്ത്രി ബംഗാളിൽ വരുന്നത് BJP വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ വരാതിരിക്കാൻ മമതാ ബാനർജി കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാവിധ തന്ത്രങ്ങളും പയറ്റി അവിടെ നോക്കി. സാധാരണ പറയുന്നത് പോലെ ഒരു യുദ്ധത്തിൽ എന്തുമാകാം എന്നുള്ള ഒരു തരത്തിലായിരുന്നു മമതാ ബാനർജിയുടെ പോക്ക്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന്, ആ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് BJP അല്ലെങ്കിൽ NDA ബംഗാളിൽ ഭൂരിപക്ഷം നേടി ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ ബംഗാളിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇന്ത്യയിൽ 22ഓളം സംസ്ഥാനങ്ങളിൽ NDA ഭരണം നിർവഹിക്കുന്നു. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ NDA ആണ് കേന്ദ്ര ഭരണം കൂടാതെ എന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, CPM മുമ്പ് ഭരിച്ചിരുന്ന ത്രിപുരയും ബംഗാളും ഇപ്പോൾ BJP ഭരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതയ്ക്കൊരു അർത്ഥമുണ്ട്. കാരണം പണ്ട് CPM ഭരിച്ചിരുന്ന 3 പ്രധാന പ്രദേശങ്ങളായിരുന്നു കേരളവും ബംഗാളും ത്രിപുരയും. അപ്പോൾ അതിൽ 3-ൽ 2 ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായി മാറി. ഇപ്പോൾ കേരളത്തിൽ BJP ഭരിക്കുന്നില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴത്തേക്കും ഇന്ത്യയിൽ ഒരിടത്തും ഇപ്പോൾ ഇടതുപക്ഷ ഭരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്നുള്ള ഒരു കാര്യം ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ത്? ത്രിപുരയിൽ ഇല്ലെന്നായി, വെസ്റ്റ് ബംഗാളിൽ ഇല്ലെന്നായി. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നാകുമോ? തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നാകണമെന്നില്ല. കാരണം ശ്രീ പിണറായി വിജയൻ്റെ കുടുംബത്തിലെ തന്നെ മരുമകൻ ബേപ്പൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം സുപ്രധാന വകുപ്പുകളിലെ മന്ത്രിയായിരുന്നു. ശ്രീ പിണറായി വിജയൻ്റെ എല്ലാവിധ സഹായവും സഹകരണവും പിന്തുണയും ഗൈഡൻസുമൊക്കെ അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന് പാർട്ടിയിൽ ശക്തമായ ഒരു സ്വാധീനമുണ്ട്. അതുപോലെ ബാലഗോപാൽ ജയിച്ചിരിക്കുന്നു. അദ്ദേഹം സീനിയറായിട്ടുള്ള ഒരു പാർട്ടി അംഗമാണ്, മന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പോൾ പാർട്ടിയിൽ ശക്തനായ ഒരു നേതാവ് തന്നെ. അതുപോലെ സജി ചെറിയാൻ ജയിച്ചിട്ടുണ്ട്. അതുപോലെ പലരും CPMൽ 35 MLA കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ CPMലും CPIയിലുമായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇല്ലെന്നാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഓരോ ഇലക്ഷനുകളിൽ 100 കിട്ടിയ പാർട്ടികൾ പിന്നീട് 30ലേക്ക് വരികയും 30 കിട്ടിയ പാർട്ടികൾ വീണ്ടും 100ലേക്ക് പോവുകയൊക്കെയുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, നടക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു 35ലേക്ക് തോറ്റു എന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലെന്നാകും എന്ന് കരുതേണ്ട കാര്യമില്ല കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നായി, അവിടെ BJP ഭരണം പിടിച്ചു. കേരളത്തിലും അതുപോലെ ആ NDA ഇന്ന് 3 സീറ്റുകൾ ഇപ്രാവശ്യത്തെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 2016 1 ഇന്ന് 2026 3ലേക്ക് BJP അല്ലെ NDA വളർന്നു. അതുപോലെ NDA വളർന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 3 സീറ്റുകൾ നേടിയത്, ഈ 3 സീറ്റുകളും NDA ജയിച്ചത് അവരുടെ മുഖ്യ എതിരാളി LDF ആയിരുന്നു. അത് നേമത്തായാലും, നേമത്ത് ശിവൻകുട്ടി എന്ന് പറയുന്നൊരു LDFൻ്റെ മന്ത്രിയായിരുന്നു. കഴക്കൂട്ടത്ത് മുമ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു LDFൻ്റെ ആൾ. അതുപോലെ ചാത്തന്നൂരും LDFൻ്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ LDF ജയിച്ച് LDFൻ്റെ സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ് BJP ജയിച്ചത്. അപ്പോൾ LDF എവിടെ എതിരാളിയാകുന്നോ അവിടെ BJPക്ക് ജയസാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് വെളിവാക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത്.
അതേസമയം BJPക്ക് ജയസാധ്യത പറഞ്ഞിരുന്ന മറ്റ് പല മണ്ഡലങ്ങളിലും UDF ആയിരുന്നു അവിടുത്തെ മുഖ്യ എതിരാളി, അല്ലെങ്കിൽ അത് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. മഞ്ചേശ്വരത്ത് പ്രതീക്ഷ വെച്ചിരുന്നു NDA, പക്ഷേ അവിടെ UDFൻ്റെ ആളായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MLA, അല്ലെ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് അവിടെ ജയിച്ചില്ല. കാസർഗോഡ് ജയിച്ചില്ല, പാലക്കാട് ജയിച്ചില്ല, കോഴിക്കോട് സൗത്ത് നോർത്ത് ജയിച്ചില്ല, തൃശ്ശൂർ അവിടെ CPIയുടെ ആയിരുന്നെങ്കിലും അവിടെ കോൺഗ്രസ്സിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ഡലമാണ്, ജയിച്ചില്ല. അങ്ങനെ പല വന്ന മണ്ഡലങ്ങൾ ഒക്കെ തന്നെ, അതുപോലെ പാല ഒക്കെ, അതൊക്കെ ഈ UDF പരമ്പരാഗതമായിട്ട് UDFൻ്റെ ഒരു പ്രദേശമാണ്. അവിടെയൊന്നും BJPക്ക് ജയിക്കാൻ പറ്റിയില്ല. അതേസമയം LDF മുഖ്യ എതിരാളിയായിരുന്ന സ്ഥലത്ത് BJP ജയിച്ചു ഇപ്രാവശ്യത്തെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ CPMൻ്റെ ഭാവി എന്ത് എന്ന് നമ്മൾ കേരളത്തിൽ ചിന്തിക്കുമ്പോൾ CPM എവിടെ എതിരാളിയാകുന്നോ അവിടെ BJP വളരുന്നുണ്ട്, BJPക്ക് അവിടെ ജയിക്കാം എന്നുള്ള ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ കേരളത്തിലും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ BJP പടിപടിയായിട്ട് ബംഗാളിൽ വളർന്നതുപോലെ വളർന്ന് കേരളത്തിലും ഒരു മുഖ്യശക്തിയായി വളരെ താമസിക്കാതെ തന്നെ കേരളത്തിലും NDAക്ക് ഭരണത്തിലെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത എന്തുകൊണ്ട് ഇപ്പോൾ നടന്നില്ല എന്നുള്ളതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ചായക്കടയിലിരുന്നപ്പോൾ എൻ്റെ കൂടെ വളരെ പ്രായം കുറഞ്ഞ 10-25 വയസ്സുള്ള 2-3 കുട്ടികളുണ്ടായിരുന്നു, യുവാക്കൾ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് BJPക്ക് ഇവിടെ കേരളത്തിൽ വോട്ട് ചെയ്യാത്തത്? അപ്പോൾ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇവിടെ ആകെ വളരെ കുറച്ച് സീറ്റല്ലേ കിട്ടുന്നുള്ളൂ, അപ്പോൾ എന്തുകൊണ്ടാണ് BJPക്ക് മനുഷ്യർ വോട്ട് ചെയ്യാത്തത്? അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ പറയാം. അത് 2 പ്രധാന, അവർ ആദ്യത്തെ കാര്യമായിട്ട് പറഞ്ഞതും രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞതുമാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. അവരുടെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്, അധികം ചിന്തിക്കാതെ. എന്തുകൊണ്ട് BJPക്ക് കേരളത്തിൽ മനുഷ്യർ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം, ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഇതൊരു ഹിന്ദു പാർട്ടിയായിട്ട് കാണുന്നു. ജനങ്ങളുടെ ഒരു പെർസെപ്ഷൻ, ജനങ്ങളുടെ ഒരു ചിന്ത ഇപ്പോൾ ഇതൊരു ഹിന്ദു പാർട്ടിയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഒരാൾ സംസ്ഥാനത്ത് പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ ഒരു ടോക്കണായിട്ടുള്ള, വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു ടോക്കണിസമാണ്, ഒരു ടോക്കണായിട്ടേ ഉള്ളൂ, അല്ലെ സുപ്രധാന ചുമതലകളിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇപ്പോഴും ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള ഒരു ലേബലാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ BJPക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ അത് മാറിയാലേ ഇതൊരു മെയിൻ സ്ട്രീം പാർട്ടിയായിട്ട് ഭരണത്തിലേക്ക് വരാനുള്ള അത്രയും സീറ്റുകൾ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരത്തുള്ളൂ. ഇപ്പോഴും ഇത് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ, അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഉള്ള ഒരു 15% ചുറ്റിപ്പറ്റി വോട്ടിംഗ് ശതമാനം കിട്ടുന്ന ഒരു പാർട്ടി ആയിട്ടാണ് കഴിഞ്ഞ 3 ഇലക്ഷൻ സൈക്കിളിലും, അതായത് 2014, 15, 16 ഇലക്ഷൻ സൈക്കിൾ, 2019, 20, 21 ഇലക്ഷൻ സൈക്കിളിൽ, അതുപോലെ 2025, 26 ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ 15, 16 അല്ലെ 15നോട് ചുറ്റിപ്പറ്റിയുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജേ ഉള്ളൂ. 15% വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ 2014 മുതൽ 2026 വരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മുന്നോട്ട് പോക്കല്ല. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ ഒരു കാര്യത്തിന് മാറ്റം വരണം എന്നുള്ളതാണ് ആ കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ അത് പാർട്ടിയുടെ ഉന്നത ആൾക്കാർ അതിനെ തന്ത്രപരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകുകയും സീറ്റുകൾ കൂടുതൽ നേടി ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ കേരളത്തിലും ഭരണത്തിൽ വരാമെന്നാണ് കുട്ടികളുടെ ഒരു അഭിപ്രായം. അവരുടെ രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ BJP ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ ചാണകത്തിൽ ചവിട്ടി, അല്ലെങ്കിൽ ചാണകമെന്നുള്ള ഒരു പേരാണ് BJPയിലുള്ളവരെ പറ്റി പൊതുവെയുള്ള ഒരഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ 2021 തൃശ്ശൂർ പാർട്ടിയിൽ അംഗമായപ്പോൾ, അന്നത്തെ
നാഷണൽ പ്രസിഡന്റ് നദ്ദാജിയൊക്കെ വന്നിട്ട് ആ ഒരു ഇതിൽ അംഗമായപ്പോൾ അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിച്ചിരുന്നു, ഈ ചാണകമെന്ന് വിളിക്കുന്നതിൽ വിഷമമില്ലേ? 2021 അവസ്ഥയാണ്. അപ്പം കേരളത്തിലെ ഒരു പൊതുവെ BJP-യിലെ ഉള്ളവരെ ചാണകം, അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ പറയുമ്പോഴൊക്കെ നമ്മൾ ചാണകത്തിൽ ചവിട്ടി, ചാണകക്കുഴി വീണു എന്നൊക്കെയുള്ള ഒരു 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 വളരെ എന്താ പറയുക, കളിയാക്കുന്ന വിധത്തിലുള്ള ഒരു കളിയാക്കലുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ചാണകം എന്ന് പറഞ്ഞാൽ ചാണകത്തിന് എന്താ കുഴപ്പം? ഞാൻ ന്യായീകരിക്കും. ചാണകം എന്ന് പറഞ്ഞാൽ കുഴപ്പം ചാണകം മെഴുകിയ ഇതുണ്ടായിരുന്നു, ചാണകത്തിൻ്റെ ഗുണഗണങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി അതുകൊണ്ട് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ബുദ്ധിയില്ലാത്ത, അധികം ചിന്തിക്കാത്ത ആളുകളാണ് ഈ BJP-യിൽ ചേരുന്നത്. അപ്പോൾ ചിലർ പറയാറുണ്ട്, BJP-യിൽ ചേരുന്നവരൊക്കെ ഇങ്ങനെയാണോ, അതോ BJP ചേർന്നതിന് ശേഷമാണ് ഇങ്ങനെ ബുദ്ധിയില്ലാത്തവരായത് എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ BJP-യിലുള്ളവർ അധികം ബുദ്ധിയില്ലാത്തവരാണ് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികം ചിന്തിക്കാത്തവരാണ്. CPM-ലുള്ളവർ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് അവിടെ സ്ഥിരം ലൈബ്രറി പോവുകയും അവിടുത്തെ അടുത്തുള്ള ലൈബ്രറിയിൽ പോയി വായനശാലകളിലൊക്കെ വായിക്കുകയും അതിനെപ്പറ്റി വലിയ വലിയ ഡിബേറ്റുകൾ നടത്തുകയും പുസ്തകങ്ങൾ വായിക്കുന്നവരും, ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണെങ്കിലും കുറേയധികം ബുക്കുകൾ വായിക്കുന്നതിനെ പറ്റി, ആ ബുക്കുകളെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അല്ലാതെയൊക്കെ പറയാറുണ്ട്. CPM-ലെ ആളുകളും വളരെയധികം വായിക്കുന്നവരാണ്, വിവരമുള്ളവരാണ്. അതേസമയം BJP-യുടെ നേതാക്കന്മാർ അങ്ങനെ അധികം പുസ്തകങ്ങൾ വായിക്കുന്നവരോ വിവരമുള്ളവരോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഈ ചാണകമെന്ന് വിളിക്കുന്നത് എന്നാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ BJP കേരളത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ, ഭരണത്തിലേക്ക് ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ വരണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് സാധിക്കുക, കൂടുതൽ സീറ്റുകൾ നേടുക, വളരെ പെട്ടെന്നുള്ള വളർച്ചയിലേക്ക് വരിക എന്നുള്ളതാണ് ആ കുട്ടികളുടെ ഒരു അഭിപ്രായം. അപ്പോൾ അത് മാത്രമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടത് BJP-യുടെ വലിയ എന്താ പറയുക നേതൃത്വത്തിലുള്ള വലിയ ആളുകളുടെ ഒരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്ന് ആയി ഈ ഒരു തെരഞ്ഞെടുപ്പോടെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരിടത്തും ഭരണത്തിലില്ല. വെസ്റ്റ് ബംഗാൾ പൂർണ്ണമായിട്ടും BJP ഭരണത്തിലായി, ത്രിപുരയായി. കേരളം പക്ഷേ BJP വളർന്നു വരുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ വന്നു. അപ്പോൾ ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ കേരളത്തിലും ഒരു മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.